ആ നീയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ഓ എല്ലാം ഓക്കെ ആയിരുന്നടാ. പിന്നെ PSC കാര്യമില്ലേ, ഒന്നും പറയാൻ പറ്റത്തില്ല. കഴിക്കാൻ എന്തെങ്കിലും ഇരിപ്പുണ്ടോടാ? അപ്പം നീ ഒന്നും കൊണ്ടുവന്നില്ലേ? ആ അത് ശരി. എടാ എൻ്റെ ആകെ പരീക്ഷ എഴുതാൻ പോകുന്ന പൈസ ഉള്ളായിരുന്നു. ബാക്കി പൈസ ഞാൻ പെട്രോൾ അടിച്ചു. മനുഷ്യൻ രാവിലെ തൊട്ടിവിടെ വിശന്നിരിക്കുക. എടാ നിനക്ക് എന്തെങ്കിലും മേടിച്ച് കഴിച്ചുകൂടായിരുന്നോ? അതിന് എൻ്റെ ഇവിടുന്ന് പൈസ. എടാ പൈസ എല്ലാം നിനക്ക് വീട്ടിൽ ചോദിച്ചുകൂടായിരുന്നോ? എടാ നിനക്കറിയാലേ, ഞാൻ സ്വിഗ്ഗി വഴി കിട്ടുന്ന പൈസ കൊണ്ട് വീട്ടിൽ കൊടുത്തിട്ട് അവർ ജീവിക്കുന്നത്. എൻ്റെ വണ്ടി പണിയാവുന്നതുകൊണ്ട് ഇപ്പോൾ ജോലിക്ക് പോകാനും പറ്റുന്നില്ല. പോട്ടറാ, ഇന്നിപ്പോൾ ഇനി ഇങ്ങനെ പോട്ട്. നമുക്ക് നാളെ എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഇവന് രാവിലെ എണ്ണിക്കാൻ വേണ്ടി പിന്നെ ഇതിന് അലാറം വെക്കുന്നേ, മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട്. എടാ എടാ ഒരു 500 രൂപ എടുക്കാൻ കാണൂടാ? ആ ശരി. ആരെടുത്താടാ രാവിലെ തന്നെ? അതൊന്നുമില്ലടാ, കുറച്ച് കാശ് കിട്ടുമെന്ന് നോക്കിയതാ. ഓ എന്നിട്ട് എന്തായി? ഓ 2 അവിടെ ഉണ്ടായിരുന്നോ? 4 മാസമായി വാടക വന്നിട്ട് തരാൻ വല്ല ഉദ്ദേശമുണ്ടോ? ചേട്ടാ ഒരാഴ്ചക്കുള്ളിൽ എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് തരാം. എടാ ഒരാഴ്ച, ഇനി അതിൽ കൂടുതൽ അവതരാൻ പറ്റില്ല, കേട്ടല്ലോ? ഒരാഴ്ചക്കുള്ളിൽ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും? എടാ എനിക്ക് അറിഞ്ഞൂടാ, എനിക്കപ്പം അങ്ങനെ പറയാനാ തോന്നിയത്. എടാ അപ്പം എന്തു ചെയ്യും? എടാ എന്തെങ്കിലും വഴി കാണും, നമുക്ക് നോക്കാം. വേണ്ടണ്ണ. ഹലോ, ഇറങ്ങിയില്ലേ? സത്യം പറയടാ, റിങ് എവിടെയാണ് ഒളിപ്പിച്ചേ? പറയടാ, നിന്റെ റിങ് എവിടെടാ? എന്റെ റിങ് കിട്ടിയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. സത്യമായിട്ട് എനിക്ക് അറിയത്തില്ലെണ്ണ, ഞാൻ എടുത്തിട്ടില്ലെണ്ണ അത്. ഇന്നലെ അതിനായിട്ടോ കറക്റ്റായാലോ? അതെണ്ണ ഇന്നലെ എനിക്കറിയില്ല അണ്ണ അതെവിടാന്ന്. ഞാൻ മതിലിന്റെ അപ്പുറം എറിഞ്ഞ വഴിക്ക് മിസ്സാവാനാ ചാൻസ്. എന്നിട്ട് നീ അവിടെ ഒന്നും നോക്കില്ലേ? ഞാൻ അവിടെ മൊത്തം അരിച്ചു പറക്കണ്ണ, അവിടെ ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് എന്റെ റിങ് വേണം വാസ്കോ. അണ്ണാ, അത് എടുത്തവന്മാരത് വിൽക്കാൻ തീരുമാനിക്കുന്ന ആ നിമിഷം നമുക്കത് കിട്ടും. വിശക്കുന്നടാ, നമ്മൾ എന്തു ചെയ്യും? നിക്ക്, തൽക്കാലം ഞാൻ ഒരു വഴി ഉണ്ടാക്കാം. എന്ത് വഴി? എടാ എൻ്റെ കയ്യിൽ PSC കുറച്ച് ടെസ്റ്റും ബുക്കൊക്കെ ഇരിപ്പുണ്ട്, നമുക്ക് അതെടുത്ത് വിൽക്കാം. തൽക്കാലം ഇന്നത്തേക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ കിട്ടും. എടാ ഇത് എവിടെ നിന്നാടാ? ആ എനിക്ക് അറിഞ്ഞൂടാ, ഇതെങ്ങനെ എന്റെ ബാഗ് വന്ന്? കണ്ടിട്ട് എന്തോ കൂടിയ മോതിരമാണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ കഷ്ടപ്പാടഞ്ഞ് ദൈവം കൊണ്ട് തന്നതായിരുന്നു. ആ എടാ എന്നാലും ഇത് എവിടെ നിന്ന്? നീ എന്തിനാ അതൊക്കെ ആലോചിക്കുന്നേ? നമുക്ക് ഇതേതായാലും കടയിൽ കൊണ്ട് കാണിക്കാം. ചിലപ്പോ ഇതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നാലോ. എന്നാലും അല്ല എടാ, ഇത് ഇറക്കി ആരെങ്കിലും വന്നാലോ? എടാ ആര് വരാനാ? നമ്മുടെ ബാഗ് നമ്മുടെ മോതിരം, നമുക്ക് ഏതായാലും ചെറിയ സ്വർണ്ണക്കട കൊണ്ട് കാണിക്കാം. ആ അതെ, ഒന്ന് നിന്നേ. ആ മോതിരം തന്നിട്ടോ. അതെന്താ മോനെ? അകത്തുണ്ടോ? നിങ്ങളിത് മാറ്റത്തില്ലെന്ന് ആരറിഞ്ഞു? ഓ നിങ്ങൾ തന്നെ വെച്ചോ, ഞാൻ വരാം. എടാ വാ നമുക്ക് പോവാം. എന്താടാ, എന്താ പറ്റി? എടാ സാധാരണ ഇങ്ങനെ അകത്ത് പോയി കഴിഞ്ഞാൽ പോലീസിനെ വേറെ ആരെങ്കിലുമൊക്കെ വിളിക്കാനായിരിക്കും. നമുക്ക് പോവാം. അണ്ണാ, സാധനം കറങ്ങി തിരിഞ്ഞ് എന്റെ തന്നെ വന്നിട്ടുണ്ട്. അതെങ്ങനെ? 2 പയ്യന്മാര് കൊണ്ടുവന്നെ സാധനം അത് തന്നെ.
കൺഫേം. അവന്മാരെ അവിടെ പിടിച്ചിരുത്ത്, ഞാൻ താ വരാം. എടാ ഇതെന്തോ കൂടിയ സാധനം. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ? എന്തോ എന്റെ മനസ്സ് പറയുന്നു. ഒന്ന് പോടാ. ആന്നടാ, നീ നോക്കിക്കോ. ദൈവമേ, കാത്തോണേ. ദേ ഇതാ സാധനം. ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എൻ്റെ പാർട്ട്ണർ ഒറ്റയ്ക്ക് സ്വന്തമാക്കാനാണ് നോക്കുന്നത്. പക്ഷേ അതെനിക്ക് വേണം. അതിനുമുമ്പ് എനിക്ക് അതിനെപ്പറ്റി അറിയണം. ഞാനിതൊന്ന് പഠിക്കട്ടെ, എന്നിട്ട് ഞാൻ എന്നെ വിളിച്ചോളാം. ഓ, അണ്ണാ ഞാൻ അവരെ പിടിച്ചെടുത്താൻ നോക്കിയതാണ്. ഒരു സംശയം വരാത്ത രീതിയിൽ ഞാൻ പെരുമാറിയത്. എന്നിട്ടാണോ ആ ആളുകൾ രക്ഷപ്പെട്ടത്? അതെനിക്കറിയത്തില്ല, പക്ഷെ അവരെ മുഖം CCTV കിട്ടിയിട്ടുണ്ട്. വാസ്കോ, എനിക്ക് ഇന്ന് അവന്മാരെ കിട്ടണം. അണ്ണാ ഏൻ കേൾബടാ, പറഞ്ഞത് കേട്ടാ മതി. എന്റെ റിങ് എവിടെടാ? ഞാനത് തന്ന ഞങ്ങളെ കൊല്ലാതെ വിടുവോ? അത് ഞങ്ങളുടെ കയ്യിലുള്ളതാ, ഞങ്ങളുടെ രക്ഷ. അല്ലെങ്കിൽ നീ ഞങ്ങളെ കൊല്ലും. ഇല്ല, എനിക്കെന്റെ റിങ് മതി. അത് തന്നാ നിങ്ങളെ ഞാൻ വെറുതെ വിടാം. ഹലോ. നീ പറഞ്ഞ മോതിരത്തെക്കുറിച്ച് ഞാൻ പഠിച്ചു. എന്നിട്ട് എന്തായി? വളരെയധികം ശക്തിയുള്ളൊരു മോതിരമാണത്. എന്ത് ശക്തി? ശരിക്കും പറഞ്ഞാൽ ഇത് 6-ാം നൂറ്റാണ്ടിലെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന റിംഗരാജാവിന് ഒരു മന്ത്രവാദി സമ്മാനമായി കൊടുത്ത മോതിരമാണ്. വളരെയധികം ശക്തികളുള്ള സവിശേഷതകളുള്ള ഒരു മോതിരം. 9-ാം നൂറ്റാണ്ടിൽ കെന്നത്ത് പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ ഒരു ബുക്കിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അന്നതിന് അവർ നൽകിയ പേര് റിംഗാറിംഗ് എന്നായിരുന്നു. ഇതിന്റെ പവർ എന്താന്ന് പറ. ഇതാരെങ്കിലും ചുംബിച്ച് സ്വന്തമാക്കണം. അങ്ങനെയാണെങ്കിൽ ഈ മോതിരം വേറെ ആര് ധരിച്ചാലും അവരുടെ മുഴുവൻ ശക്തിയും ഈ മോതിരം ചുംബിച്ച് സ്വന്തമാക്കിയ ആൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ആ മോതിരം തരുന്നോ ഇല്ലയോ? നീയൊക്കെ എന്തുടാ വിചാരിച്ചേ? നിന്നെയൊക്കെ വെറുതെ വിടുന്നോ? നിനക്ക് നിന്റെ മോതിരം കിട്ടിയില്ലേ? ഇനി ഞങ്ങളുടെ പുറകെ വരരുത്. അണ്ണാ, അത് നമുക്ക് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. അത് നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ അവൻ മരിക്കണം. എങ്കിൽ അവനെ ഞാൻ കൊല്ലും.